ആദ്യം നമുക്ക് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പരിചയപ്പെടാം. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളാണുള്ളത്. അതിൽ 5 സ്വരാക്ഷരങ്ങൾ വവൽസ്, ബാക്കി 21 വ്യഞ്ജനങ്ങളാണ്. ആദ്യത്തെ അക്ഷരം നോക്ക്, എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇത് നമ്മളിപ്പം തുടക്കം പഠിക്കുന്നതുകൊണ്ട് ഫോണറ്റിക് അനുസരിച്ചല്ല സംസാരിക്കുന്നതും പറയുന്നതും. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഫോണറ്റിക്സ് അതുപോലെ ഉച്ചാരണം എല്ലാം പഠിക്കാം. ഇപ്പം എഴുതാനും വായിക്കാനും കൃത്യമായിട്ട് പഠിക്കാം. ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്ന വലിയ അക്ഷരവും അതിൽ തൊട്ട് ചേർത്ത് എഴുതിയിരിക്കുന്ന ചെറിയ അക്ഷരവുമാണ്. അതുപോലെ ഓരോ അക്ഷരവും ആദ്യം എഴുതിയിരിക്കുന്ന വലിയ അക്ഷരം, രണ്ടാമത് എഴുതിയിരിക്കുന്ന ചെറിയ അക്ഷരം. വലിയ അക്ഷരം ഉപയോഗിക്കുന്നത് നമ്മൾ പേരുകളൊക്കെ പറയുമ്പോഴും, പിന്നെ അങ്ങനെ എന്തിൻ്റെങ്കിലും പേര്, സ്ഥലത്തിൻ്റെ പേരുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും, പിന്നെ ചുരുക്കപ്പേരുകളൊക്കെ എഴുതുമ്പോൾ മിസ്റ്റർ, മിസ്സിസ് അങ്ങനെയൊക്കെ എഴുതത്തില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഒക്കെ വലിയ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ അക്ഷരങ്ങൾ പരിചയപ്പെടാം. ഈ കാണിക്കുന്ന 5 അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളായിട്ട് പറയുന്നത്. എ, ഇ, ഐ, ഒ, യു. ഇവയോടൊപ്പം ഇപ്പം എയും ഇയും കൂടെ ചേർന്ന് വേറൊരു ശബ്ദം ഉണ്ടാകും, എയും ഐയും കൂടെ ചേർന്ന് വേറൊരു ശബ്ദം ഉണ്ടാകും, എയും ഓയും കൂടെ ചേർന്നും ഒക്കെ ഈ 5 അക്ഷരങ്ങൾ പരസ്പരം കൂടി ചേർന്നും ശബ്ദങ്ങളുണ്ടാകും. അത് നമ്മൾ ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. ഇപ്പം ഈ 5 സ്വരാക്ഷരങ്ങളാണ് ഉള്ളതെന്ന് പഠിക്കാം. ഓക്കെ. അടുത്ത ബാക്കിയുള്ള 21 അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇനി ഈ സ്വരാക്ഷരങ്ങളിൽ ചേർന്ന് തന്നെ സ്വരാക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന കുറേ ശബ്ദങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം എ എന്ന് എഴുതിയാൽ ആ എന്ന് ഉച്ചരിക്കും, ആ എന്ന ഉച്ചാരണം ശബ്ദം കൊടുക്കും, എ എന്ന ശബ്ദവും കൊടുക്കും, ആ ശബ്ദം. അതുപോലെ ഇ എന്ന അക്ഷരം എഴുതിയാൽ ഇ എന്ന ശബ്ദവും എ എന്ന ശബ്ദവും കൊടുക്കും. അതുപോലെ 2 ഇ ചേരുമ്പം ഈ എന്ന ശബ്ദം കൊടുക്കാം. അതുപോലെ തന്നെ ഇയും എയും കൂടെ ചേരുമ്പോഴും ഈ എന്ന ശബ്ദം കൊടുക്കാം. അത് ശരിക്കും എ എന്ന ശബ്ദമാണ്, പക്ഷേ നമുക്ക് ഇപ്പം ഇങ്ങനെ ഉച്ചരിക്കാം, മനസ്സിലാക്കി വയ്ക്കാം. ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ അത് പഠിക്കാം. അടുത്തത് ഐ നോക്ക്. ഐ എന്ന അക്ഷരം എഴുതുമ്പോൾ ഇ എന്ന ശബ്ദവും ഉണ്ട്, ഐ എന്ന ശബ്ദവും കൊടുക്കും. അടുത്തത് ഒ എന്ന അക്ഷരം എഴുതുമ്പോൾ ഒ അല്ലെങ്കിൽ ഒ എന്ന ശബ്ദമാണ് കൊടുക്കുന്നത്. അതുപോലെ 2 ഒ ചേർത്ത് എഴുതിയാൽ ഊ എന്ന ശബ്ദം കൊടുക്കാം, ഊ എന്ന ശബ്ദം കൊടുക്കാം. അതുപോലെ ഓയും എയും കൂടെ ചേർന്ന് വരുമ്പം ഓ എന്ന ശബ്ദം വരും. ഇപ്പോൾ ബോട്ട് എന്ന് എഴുതണമെങ്കിൽ BOAT, ബോട്ട്, ഓ ശബ്ദം. അതുപോലെ യു എന്നെഴുതുന്ന അക്ഷരം എഴുതുമ്പോൾ യു എന്ന ശബ്ദം കിട്ടും, ഊ എന്ന ശബ്ദം കിട്ടും, ആ എന്ന ശബ്ദം. ഇതിന് 3നും ഈ യു ഉപയോഗിക്കും. അംബ്രല്ല പറയുമ്പോൾ യുവിന് ആ എന്ന ശബ്ദം, അപ്പ് എന്ന് പറയുമ്പം ആ എന്ന ശബ്ദം, യൂണിയൻ എന്ന് പറയുമ്പം വൈക്ക് യുവിന് യു എന്ന ശബ്ദം. പിന്നെ നമ്മൾ ഉ എന്നെഴുതുമ്പോൾ പേരുകളൊക്കെ എഴുതുമ്പം അംബുജ, BU, ബു അങ്ങനെ പറയും. അപ്പോൾ അടുത്തത് നോക്ക്, എയും ഐയും കൂടെ ചേർന്ന് വരുമ്പം ഐ എന്നും എയ് എന്നും കൊടുക്കാം. അടുത്തത് ഓയും യുവും കൂടെ ചേർന്ന് വരുമ്പം ഔ എന്ന ശബ്ദം കൊടുക്കും. അത് ഓയും ഐയും കൂടെ ചേർന്ന് വരുമ്പം ഒയ് എന്ന ശബ്ദവും കൊടുക്കാം. അപ്പോൾ ഈ വവൽസ് ചേർത്തുള്ള ഈ ശബ്ദങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. ബാക്കിയുള്ള 21 അക്ഷരങ്ങളിൽ ബി, ബ് എന്ന ശബ്ദവും സി, ക്, സ്, അതുപോലെ ഷ് എന്ന ശബ്ദം വരും. അത് വേറെ അക്ഷരം ചേരുമ്പോഴാണ്. അത് നമുക്ക് സിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാം. ഡി ചേരുമ്പോൾ ഡ്, എഫ് ചേരുമ്പോൾ ഫ് എന്ന ശബ്ദം, ജി ചേരുമ്പോൾ ഗ എന്ന ശബ്ദം, എച്ച് ചേരുമ്പോൾ ഹ് എന്ന ശബ്ദം, ജെ ചേരുമ്പോൾ ജ് എന്ന ശബ്ദം, കെ ചേരുമ്പോൾ ക് എന്ന ശബ്ദം, എൽ ചേരുമ്പോൾ ല് എന്ന ശബ്ദം, എം ചേരുമ്പോൾ മ് എന്ന ശബ്ദം, എൻ ചേരുമ്പോൾ ന് എന്ന ശബ്ദം, പി ചേരുമ്പോൾ പ് എന്ന ശബ്ദം, ക്യു ചേരുമ്പോൾ ക്യു എന്ന ശബ്ദം, ആർ ചേരുമ്പോൾ റ് എന്നൊന്നും പറയത്തില്ല, ആർ. അത് നമുക്ക് ഇപ്പം അത് ആറൊന്നങ്ങ് റ് എന്ന് പഠിച്ചാൽ മതി.
പിന്നെ നമുക്ക് ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ നേരെയാക്കാം. എസ് എന്ന് പറയുമ്പം എസ്സിന് ഷ് ശബ്ദം വരുന്നുണ്ട്. അത് വേറെ അക്ഷരങ്ങൾ കോമ്പിനേഷൻ വരുമ്പോഴാണ് അത് നമുക്ക് പഠിക്കാം. പിന്നീട് അടുത്തത് ടി വരുമ്പം ടീക്കും അതുപോലെ ട് എന്ന ശബ്ദം വരും, ട് എന്ന ശബ്ദം വരും, ഷ് എന്ന ശബ്ദവും വരും വേറെ അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ. പിന്നെ വി ചേരുമ്പോൾ വ് എന്ന ശബ്ദവും, ഡബ്ല്യു ഓ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ വ് ശബ്ദം, ഓ ആ ശബ്ദം. എക്സ് വരുമ്പം സ് എന്ന ശബ്ദം, വൈക്ക് യു എന്ന ശബ്ദം, ഇസഡിന് സ് എന്ന ശബ്ദം, ഓക്കെ. ഇത്രയും ആണ് ഈ സ്വരാക്ഷരങ്ങൾ. ഈ സ്വരാക്ഷരങ്ങളോട് വ്യഞ്ജനവും കൂടെ ചേരുമ്പം അടുത്ത ശബ്ദം ഉണ്ടാവും. നമുക്കത് അക്ഷരങ്ങൾ വാക്കുകളാക്കാൻ നോക്കാം. ഈ ക്ലാസ്സിൽ ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കാൻ നോക്കാം. ശബ്ദം, സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും കൂടെ ചേർത്ത് വയ്ക്കുന്നത് പഠിക്കാം. അതുവരേക്കും ഈ ക്ലാസ് ഒട്ടും അറിയാത്തവർ ഇത് മുഴുവനും നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് അക്ഷരങ്ങളോട് സ്വരങ്ങളോടൊപ്പം വ്യഞ്ജനങ്ങളും ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിക്കാം, വായിക്കാൻ പഠിക്കാം, അതുപോലെ എഴുതാനും പഠിക്കാം. ഓക്കെ.